മരിച്ച സമയത്ത് ജോണിന്റെ കോഴിക്കോട്ട് സ്മാരകം ഉണ്ടാവുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ 5 സെന്റ് സ്ഥലം ഗവൺമെന്റ് അലോട്ട് ചെയ്യുന്നു. 25 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഒന്നും നടന്നിട്ടില്ല. ഒരു ഓർമ്മ ഡോക്യുമെന്റ് ചെയ്യുന്ന ഒന്നും നടന്നിട്ടില്ല. ഈ ജോണിനെ പറ്റിയുള്ള ആഘോഷങ്ങൾ ഒരു പുറത്ത് മാത്രം നടക്കുന്ന, അല്ലെങ്കിൽ ജോൺ സെലിബ്രേറ്റഡ് ഫോർ റോങ് റീസൺ എന്നാണ് എപ്പോഴും തോന്നാറുള്ളത്. പ്രത്യേകിച്ച് അമ്മ അറിയാൻ പോലൊരു സിനിമ മലയാള സിനിമയിൽ നമ്മൾ കണ്ടുവരുന്ന സിനിമാ പാരമ്പര്യത്തിൽ നിന്ന് നമ്മളെ ഭയങ്കരമായി ഞെട്ടിച്ച ഒരു സിനിമയാണ്. ഒരു കാലത്ത് ഞാൻ കടുത്ത ജോൺ ഫാനായിരുന്നു, പ്രത്യേകിച്ച് ജോണിന്റെ ലിറ്ററേച്ചറും സിനിമയും എല്ലാം. ആർട്സ് കോളേജിലെ ഇനോഗ്രേഷൻ കൊണ്ടുവന്നപ്പം സ്റ്റേജിൽ ഇരിക്കാൻ നോക്കുമ്പം ജോണിനെ കാണുന്നില്ല. കുട്ടികളുടെ നടുക്കിരുന്നിട്ട് തുള്ളിക്കളിക്കുന്ന ജോണിനെ ഒരു വിധത്തിലാണ് അവർ ഫൈൻ ആർട്സ് ഉദ്ഘാടനം കഴിച്ചു വിട്ടുന്നത്. ഇങ്ങനെ തലകീഴായിട്ട് നിന്ന് ലോകത്തിനെ മനസ്സിലാക്കുന്ന ഈ ഒരു മഹത് വ്യക്തിയെ ലോകം എങ്ങനെ വരച്ചു കാട്ടും എന്നുള്ളൊരു ചിന്ത പതിയെ പതിയെ കടന്നു വന്നിട്ടുണ്ട്. മദ്യപിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിലും, അല്ലെങ്കിൽ ഈ ശോഭീന്ദ്രൻ പറഞ്ഞതുപോലെ ബൈക്കിൽ രാത്രിയോ പകലൊന്നുമില്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിലും ശരി, ജോണെല്ലാം സിനിമയിലൂടെ ഒരു ഫ്രെയിമായിട്ടാണ് കണ്ടിരുന്നതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. എന്തെങ്കിലും ചോദ്യം ഉണ്ടെങ്കിലേ എനിക്ക് പറയാനുണ്ടാവും എന്നുള്ള എൻ്റെ ഒരു വിചാരം. അതുകൊണ്ട് മൈക്ക് എനിക്ക് തോന്നുന്നു ഞാൻ ഓഡിയൻസിലേക്ക് കൈമാറുന്നു. 2 കാര്യങ്ങളാണ്. ഒന്ന്, ഇതിൻ്റെ ഒരു ദീദിയച്ചൻ്റെ റൈറ്ററായിട്ട് കണ്ടത്. അപ്പോൾ ഇതിൻ്റെ റൈറ്റിംഗ് പ്രോസസ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളത് അറിഞ്ഞാൽ കൊള്ളാം. അതായത് നേരത്തെ എഴുതി വെച്ച സ്ക്രിപ്റ്റ് അതുപോലെ തന്നെ പിന്നീട് ഷൂട്ടിലേക്ക് പോയതാണോ, അതല്ല ഡോക്യുമെൻ്ററി ആയതുകൊണ്ട് തന്നെ എഴുതിയ സ്ക്രിപ്റ്റ് പ്രകാരം ഷൂട്ടിന് പോയ ശേഷം വീണ്ടും പുതിയ കുറച്ച് സാധനങ്ങൾ കിട്ടുന്നു, അങ്ങനെ എഡിറ്റിംഗ് ഡെസ്കിലേക്ക് എത്തുന്നവരെ ഇതിൻ്റെ എഴുത്ത് തുടർന്നു, അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് എന്തായിരുന്നു എന്നറിയാനുള്ളൊരു ആകാംക്ഷയുണ്ട്. 2, ആസ് ദ മേക്കർ, ഞാൻ എപ്പോഴോ കേട്ടതോ വായിച്ചതോ ആയിട്ടുള്ളൊരു ഓർമ്മയുണ്ട്. ഇത് കുറേ വർഷമായിട്ട് ഇതിൻ്റെ പിന്നാലെ നിങ്ങളുടെ ഒരു ഇൻവോൾവ്മെൻ്റ് ഉണ്ടായിരുന്നു എന്നുള്ളൊരു അറിവ്. എനിക്കറിയില്ല അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത്. പക്ഷേ അപ്പം ഫ്രം ദ ബിഗിനിങ് ജോണിൻ്റെ കൂടെ പ്രവർത്തിച്ച ഒരാൾ മുതൽ ഈ സിനിമ അതിൻ്റെ ഒരു ഫൈനൽ കട്ട് ആവുന്ന വരെയുള്ള നിങ്ങളുടെ ഒരു ജേണി ഉണ്ടല്ലോ, ആ ജേണി നിങ്ങളെ പഠിപ്പിച്ചത് എന്ത്, അല്ലെങ്കിൽ അതിലുള്ളൊരു തിരിച്ചറിവ്, അതിനെക്കുറിച്ചൊന്ന് അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. റൈറ്റിങ്ങിനെ പറ്റി ആദ്യം ജേണിയിൽ ഞാനും കൂടെ ഉണ്ടായിരുന്നു. ഈ ജാതീയത എന്നൊക്കെ പറയുന്നത് നമ്മൾ സാധാരണ ഒരു വരേണ്യവർഗവും അതല്ലാത്ത ഒരു വർഗവും ഉണ്ട് എന്നാണല്ലോ പറയുക. അതുപോലെയാണ് ഈ ബുദ്ധിജീവി വൃന്ദത്തിലും എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ജോണിനെ പോലെ ഒരാളെയൊക്കെ തൊടണമെങ്കിൽ അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു വരേണ്യത വേണം. അതിൽ നമ്മൾ യു ഗോട്ട് ടു ക്വാളിഫൈ യുവർ സെൽഫ്. ജോണിനെ പറ്റി പറയാനുള്ള ക്വാളിഫിക്കേഷൻ ഇവർ തീരുമാനിക്കും. അവർ മാത്രം ജോണിനെ പറ്റി പറഞ്ഞാൽ മതി, അല്ലാത്തവരത് പറയേണ്ടതില്ല എന്ന് പറയുന്നത് ഒരു വലിയ പ്രശ്നമായിരുന്നു. ഇപ്പോഴും അതൊരു പ്രശ്നം തന്നെയാണ്. ജോണിനെ പറ്റി പറയാൻ, അതായത് പൂജ ചെയ്യാൻ നമ്പൂതിരിമാരുണ്ട് എന്ന് പറയുന്ന പോലെയാണ് ജോണിനെ പറ്റി പറയേണ്ട എന്ന് വെച്ചാൽ ആ ആൾക്കാർ പറഞ്ഞാൽ മതി എന്ന് പറയുന്ന ഒരു അടിസ്ഥാനപരമായിട്ടുള്ള അങ്ങനത്തെ ഒരു ആറ്റിറ്റ്യൂഡ് ഇതിനോട് കാത്തു സൂക്ഷിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെ സംബന്ധിച്ചിട്ടുള്ള ഒരു പ്രശ്നം ആയിരുന്നില്ല. അത് നമ്മൾ അറിയുന്നുണ്ട്, നമ്മൾ സെൻസ് ചെയ്യുന്നില്ല എന്നല്ല. പക്ഷേ അങ്ങനെ എന്തൊക്കെ ജാതീയത മറ്റേ ബ്രാഹ്മണിക്കൽ സാധനം പറഞ്ഞാലും ദളിതർക്കും ജീവിക്കണമല്ലോ എന്ന് പറഞ്ഞിട്ടാണല്ലോ ദളിതർ ജീവിക്കുന്നത്. അതുപോലെ നമുക്കറിയാവുന്ന ഒരു ജോണുണ്ട്. അത് നിങ്ങൾ പറയുന്ന ശിവനാവണമെന്നില്ല. ഇതൊരു ഇഴവ ശിവനാണെന്ന് പ്രേംചന്ദ് പല ഘട്ടങ്ങളിലും പറഞ്ഞിരുന്നു. അതുപോലെയാണ് ജോണിനെ നമുക്കെങ്ങനെയാണോ നമ്മളെപ്പോലത്തെ ആൾക്കാർക്ക് ജോൺ എന്തായിരുന്നോ അങ്ങനെ ഒരു ജോണിനെയാണ് നമ്മളെ കൊണ്ട് പറ്റുന്ന എല്ലാവിധം പല നിലയ്ക്കും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ജോണിനെ ഇപ്പം നിങ്ങൾ കണ്ട ജോൺ ഉണ്ടാവുന്നത്. അത് വളരെ സ്ട്രെനുവസ് ആയിട്ടുള്ള ഒരു ജേണി തന്നെ ആയിരുന്നു. പക്ഷെ ഒരു കാര്യം നിർബന്ധം ഉണ്ടായിരുന്നു, ഈ ജോണിനെ പറ്റിയുള്ള ആഘോഷങ്ങൾ ഒരു പുറത്ത് മാത്രം നടക്കുന്ന, അല്ലെങ്കിൽ ജോൺ സെലിബ്രേറ്റഡ് ഫോർ റോങ് റീസൺ എന്നാണ് എപ്പോഴും തോന്നാറുള്ളത്. ജോണിൻ്റെ സിനിമ കണ്ടവർ എത്ര പേരുണ്ട്, ജോണിനെ ശരിക്കും അറിഞ്ഞവർ എത്ര പേരുണ്ട്, ജോൺ എന്താണ് പറയാൻ ശ്രമിച്ച ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, ആ സ്റ്റേറ്റ്മെൻറ്റിന് എത്ര പിന്മുറക്കാരുണ്ടായിട്ടുണ്ട്, ക്യാപിറ്റൽ എങ്ങനെയാണ് പങ്ക്ചർ ചെയ്ത് കളഞ്ഞത് തുടങ്ങിയിട്ടുള്ള ഒന്നിനും നമുക്ക് തുടർച്ചക്കാരുണ്ടായിരുന്നില്ല. അതിനൊക്കെ തുടർച്ച വേണ്ടതുണ്ട് എന്ന നിലയ്ക്കൊക്കെയാണ്
ഇങ്ങനെ ഒരു അറ്റംപ്റ്റ് നടത്തുന്നത്. ഈ സിനിമയോട് മുഖം തിരിച്ചു നിന്ന കുറേ അടുത്ത സുഹൃത്തുക്കളടക്കമുള്ള കുറേ ആൾക്കാരെ അറിയാം. ക്രിറ്റിസിസം ഏറ്റെടുക്കാൻ പോലും നമ്മളെല്ലാവരും തയ്യാറാണ്, അങ്ങനെ ആയിരിക്കാൻ വേണമല്ലോ. പക്ഷെ അതിന് പോലും ഇല്ലാത്ത വിധം അത് അത്രയും എനിക്ക് തോന്നുന്നു ഗുസ്തുവായിരിക്കും ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിട്ട് ഈ ജോൺ സിനിമ ഒന്ന് കാണിക്കണമെന്ന് നമ്മളുടെ അടുത്ത് ആവശ്യപ്പെടുന്നത്. ബാക്കി ആർക്കും ഈ ജോൺ ഇവിടെ ഉള്ളതായിട്ടോ ഇപ്പോഴും ജോൺ ട്രിബ്യൂട്ട് കൊടുത്തിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടാ. പിന്നെ ഒരു വലിയ തെറ്റിദ്ധാരണ ഉള്ളത്, ജോണിനെ പറ്റി ഇതിനോട് പാരലലായിട്ടൊരു ഡോക്യുമെൻ്ററി നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതതിൻ്റെ എഡിറ്റ് സ്റ്റേജിലുമാണ്. ഇത് ഡോക്യുമെൻ്ററി ആയിരുന്നില്ല. ഇത് ജോണിൻ്റെ ഒപ്പം നിന്ന എല്ലാവരും, ജോൺ അവസാനം എഴുതിയ തിരക്കഥ ഹരിയെ ഏൽപ്പിച്ചത് പ്രേംചന്ദിനെ കൊണ്ട് ഏൽപ്പിച്ച അവിടെ മുതലാണ് സ്ക്രീൻ പ്ലേൻ്റെ വർക്ക് തുടങ്ങുന്നത്. അതായത് ജോണിന് ചെയ്യണമായിരുന്നു എന്ന് പറഞ്ഞ ജോൺ എഴുതിപ്പിച്ച, ഹരിയെ കൊണ്ട് രാത്രി എഴുതിപ്പിച്ച ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായിരുന്നു. അത് മാത്രം ആവിഷ്കരിക്കണം എന്നാണ് നമ്മൾ ആദ്യം ആലോചിച്ചത്. പിന്നെ ഈ അസമയത്ത് വന്നിട്ടുള്ള മുട്ടുകളുണ്ട്, അത് ജോണുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. അപ്പം ഈ കാലത്ത് ജോൺ തിരിച്ചു വരികയാണെങ്കിൽ അതെങ്ങനെയാണ് ഉണ്ടാവുക എന്നറിയാനായിരുന്നു നമ്മൾ ഇതിൻ്റെ ഡോക്യുമെൻ്ററീൻ്റെ പണി എന്തായിരുന്നു എന്ന് വെച്ചാൽ, ജോൺ റെലവൻ്റ് ആണോ അല്ലേ എന്ന് ഇതിൽ സഹകരിച്ച മുഴുവൻ ആൾക്കാരെയും ഇൻ്റർവ്യൂ ചെയ്ത് നമ്മൾ വെച്ചു. ഇതിൽ ഏറ്റവും ചാരിതാർത്ഥ്യമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ജോൺ എന്ന് പറയുന്ന ഈ സിനിമയിൽ സഹകരിച്ച മുഴുവൻ ആൾക്കാരും അവരെല്ലാ മനസ്സോടും കൂടിയാണ് ഈ സിനിമയ്ക്കൊപ്പം നിന്നത്. അതുമാത്രമല്ല, ഇവരെല്ലാവരും, ഞാൻ ജീവനോടെ ഇല്ലാത്ത ആൾക്കാരെ പറ്റി പറയുന്നത്, അവർക്കും കൊടുക്കാവുന്ന വലിയൊരു ട്രിബ്യൂട്ടായിട്ടാണ് ഇത്. പണി കഴിഞ്ഞ് ജോൺ പുറത്തേക്ക് വരുമ്പോഴേക്കും നമുക്ക് തോന്നുന്നത് ഇവരുടെയൊക്കെ ഒരു ആഗ്രഹം സാധിച്ചതുപോലെ, അത് ഈ ജോൺ വഴി സാധിപ്പിച്ചെടുത്തതുപോലെയൊക്കെ ഉള്ള ഒരു ചരിതാർത്ഥ്യമുണ്ട്. അതല്ലാത്ത ഈ മുഖം തിരിച്ചു നിൽക്കുന്നത് എന്തിനാണ്, അതിനൊരു പ്രത്യേക നേരത്തെ ഞാൻ പറഞ്ഞ വരേണ്യത ഉണ്ട്. ജോണിനെ പറ്റി പറയാനൊന്നും നിങ്ങളായിട്ടില്ല എന്നാണ്. ജോണിനെ പറ്റിയൊന്നും എന്നെപ്പോലൊരു സ്ത്രീയൊന്നും തിരക്കഥ എഴുതാനായിട്ടില്ല എന്ന് തന്നെയാണ് ഈ പറഞ്ഞ ഈ വരേണ്യ സ്വഭാവമുള്ള ഈ ബ്രാഹ്മണിക്കൽ എന്ന് പറഞ്ഞാൽ അതിന് പൂണൂല് മാത്രം ഇടുകയല്ല, ആ പറഞ്ഞ ഹൈറാർക്കി ഉണ്ടല്ലോ, അത് നമ്മൾ എല്ലാ സ്ഥലത്തും വെച്ച് പുലർത്തുന്നുണ്ട്. അത് ആണ് ജോണിനോട് നമ്മൾ ഈ സിനിമയോട് നമ്മൾ കാണിക്കുന്നത്. പക്ഷേ ഇത് തന്നെയാണ് ജോൺ എന്ന് പറയുന്ന ഫിൽം മേക്കറോടും കാണിച്ചതെന്ന് നമുക്കറിയാം. ഇതാണ് എനിക്ക് തോന്നുന്നത്, ജോൺ ചർച്ച ചെയ്യപ്പെടാൻ കാൻ വരെ പോണ്ടി വന്നോ എന്ന് നമ്മൾ ആലോചിക്കണം. എത്ര കൊല്ലമായിട്ട് ജോണിൻ്റെ ശവകുടീരം നമ്മൾ പോയി നോക്കിയിട്ടുണ്ട്, അത് എടുത്തിട്ടുണ്ട്. നിഗ്ലക്റ്റഡ് ആണ്. 5 സെൻറ്റ് സ്ഥലം ജോണിൻ്റെ മെമ്മറിക്കായിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരു പണിയും അവിടെ നടന്നിട്ടില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇതിനോട് കാണിക്കുന്ന നിഗ്ലക്റ്റ് തുലവും ചെറുതാണ്, അത് എത്രയോ ചെറുതാണ്. ജോണിനെ പോലെ ഒരു മാസ്റ്ററിനെ അറിയാൻ നമുക്കൊരു കാൻ ഫെസ്റ്റിവൽ വേണ്ടി വന്നു എന്ന് പറയുന്നത്, ജോണിനെ നമ്മൾ നേരാൻ വണ്ണം അറിഞ്ഞിട്ടുണ്ടോ, ജോൺ സിനിമകൾ നമ്മൾ ഡെസിഫർ ചെയ്തിട്ടുണ്ടോ, ജോൺ സിനിമയിലെ ഫ്രെയിമുകൾ റെഫറൻസ് ആയിട്ട് വെച്ചിട്ടാണ് ഈ സിനിമയിൽ നമ്മൾ ഉപയോഗിച്ചിരുന്നത്. അതൊക്കെ എത്ര പേര് അത് കണക്റ്റ് ആയിട്ടുണ്ട് എന്നൊന്നും അറിയില്ല. അപ്പം അതുകൊണ്ടാണ് നിങ്ങൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എങ്കിൽ നമുക്ക് റിയാക്ട് ചെയ്യായിരുന്നു, ഉത്തരം പറയായിരുന്നു എന്ന് വിചാരിച്ച് എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമായി എന്ന് തോന്നുന്നു. 10 വർഷം നീണ്ടു നിന്ന ഒരു ജേണി ആയിരുന്നു ഈ സിനിമ. ജോൺ എന്ന് പറയുന്ന സിനിമ 2013 സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ ഒരു ചാൻസ് എന്നുള്ള മട്ടിൽ ജോൺ മരിച്ച സമയത്ത് 1987 മരിച്ച സമയത്ത് അത് ഇതിൽ റെഫർ ചെയ്യുന്നുണ്ട്. നമ്മുടെ ആ ദിവസം ഹരി ഈ ബോഡി കാണാൻ വരികയോ അല്ലെങ്കിൽ കോഴിക്കോട്ട് മരിച്ചു കിടക്കുന്ന ജോണിനെ കാണാൻ വരികയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പം അന്ന് രാത്രി ഈ ജോണിൻ്റെ മരണം ആ ദിവസം മാതൃഭൂമിക്ക് വേണ്ടിയിട്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാൻ മോർച്ചറിയിൽ പോകുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞ് രാത്രി അന്ന് ഹരി വിളിച്ചിട്ട് ഒന്ന് വീട് വരെ വരണം എന്ന് പറയുന്നത്. എന്നിട്ടൊരു 3-4 പേജുള്ള ഒരു കടലാസ്, അതിൻ്റെ തലേ ദിവസമാണ് ഹരിയെ കൊണ്ടൊരു അൺഫിനിഷ്ഡ് ആയിട്ടുള്ള 3 ഡോക്യുമെൻ്ററികളുടെയോ ഷോർട്ട് ഫിലിമുകളുടെയും ഒരു സ്ക്രിപ്റ്റാണ് ഹരി ഏൽപ്പിച്ചത്. 3 ഒന്നൊന്നും വേറെ ഒന്നിലേക്ക് സ്ലിപ്പ് ചെയ്ത് പോകുന്ന കുട്ടി എപ്പിസോഡ്സ് ആയിരുന്നു അതൊക്കെ. അപ്പം അന്നത് ചിത്രഭൂമി എന്ന് പറയുന്ന ഒരു മാഗസിന് വേണ്ടിയിട്ട് അതൊരു ഫീച്ചർ
ആയിട്ട് ചെയ്തിരുന്നു. പിന്നെ ഒരു 25 വർഷം അതൊക്കെ മറന്ന് 2013 ആ കടലാസുകൾ ഒരു ദിവസം ബൈ ചാൻസ് വീണ്ടും ഹരിയുടെ കൈപ്പടയുള്ള കടലാസുകൾ വീണ്ടും കയ്യിൽ കിട്ടിയപ്പോൾ അത് തിരിച്ചു കൊടുക്കാൻ വേണ്ടി ഹരിയുടെ അടുത്ത് ചെന്നതാണ്. അപ്പം ഹരിയാണ് അങ്ങനെ ഒരു ആശയം പറഞ്ഞത്. 25 വർഷമായിട്ടും അന്ന് മരിച്ച സമയത്ത് വലിയ സെലിബ്രേഷനും വലിയ ജോണിൻ്റെ കോഴിക്കോട്ട് സ്മാരകം ഉണ്ടാവുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ കോട്ടയത്ത് വേറൊരു സ്മാരകം ഉണ്ടാവുന്നു എന്ന് പറയുന്നു. 5 സെൻറ്റ് സ്ഥലം ഗവൺമെൻറ് അലോട്ട് ചെയ്യുന്നു. വലിയൊരു ജോൺ മ്യൂസിയം പ്ലാൻ ചെയ്തിരുന്നു കോട്ടയത്ത് ഒക്കെ പ്ലാനിങ്ങുകൾ ഉണ്ടായിരുന്നെങ്കിലും 25 വർഷം കഴിഞ്ഞ് നോക്കുമ്പം ഒന്നും സംഭവിച്ചിട്ടില്ല, ഒന്നും നടന്നിട്ടില്ല. ഒരു ഓർമ്മ ഡോക്യുമെൻ്റ് ചെയ്യുന്ന ഒന്നും നടന്നിട്ടില്ല. കുറേ സത്യേട്ടൻ ജീവിച്ചിരുന്ന കാലത്തോളം ഒഡേസ സത്യൻ ജോണിൻ്റെ ഓർമ്മകളുടെ ഒരു ജീവിക്കുന്ന ഒരു മനുഷ്യരൂപം എന്നുള്ള നിലക്ക് 5 ഡോക്യുമെൻ്ററികൾ ഒഡേസയുടെ പേരിൽ സത്യേട്ടൻ ഉണ്ടാക്കിയിരുന്നു. അതാണ് ജോണിൻ്റെ ഓർമ്മക്ക് ഉണ്ടായ ഒരു ഏറ്റവും മേജറായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ എന്നാണ് വ്യക്തിപരമായിട്ട് ഞാൻ വിചാരിക്കുന്നത്. അപ്പം 25 വർഷം കഴിഞ്ഞിട്ടും ഒന്നും ഒരു ശൂന്യത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നൊരു ഓർമ്മയിൽ നിന്നാണ് ഈ ഒരു സംരംഭം കൺസീവ് ചെയ്തത്. ആ ജേണി എന്ന് പറയുന്നത് 10 വർഷം വേണ്ടി വന്നു എന്നത് ജോണിൻ്റെ 4-5 സിനിമകളാണ് ജോൺ ചെയ്തത്, 4 സിനിമകൾ. ആ സിനിമകളുടെ ഒരു അടിസ്ഥാന പ്രശ്നം എന്താണ് എന്ന് ഇപ്പം നമ്മൾ ആലോചിച്ചാൽ ക്രിയേറ്റിവിറ്റിയും ക്യാപിറ്റലും തമ്മിലുള്ള ഒരു നിതാന്തമായ ഒരു ക്രൈസിസാണ്. കാരണം മറ്റൊരു ആർട്ട് പോലെയല്ല സിനിമ എന്ന് പറയുന്ന ആർട്ട് പണമുണ്ടെങ്കിൽ മാത്രം സാധ്യമാകുന്ന ഒരു കലയാണ്. ജോണിന് അങ്ങനെ ഒരു കാലത്തും കൃത്യമായിട്ടുള്ള ഒരു പ്രൊഡ്യൂസറൊന്നും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല. ജോണിൻ്റെ ഏറ്റവും അവസാനത്തെ സിനിമ ജനങ്ങളെ ഏറ്റെടുത്തത് കൊണ്ട് മാത്രം നടന്നതാണ്. മറ്റ് സിനിമകളൊക്കെ തന്നെ ജോണിൻ്റെ സഹോദരിമാർ ഫിനിഷിംഗ് ഫണ്ട് എന്നുള്ള നിലക്ക് പൂർത്തിയാക്കാൻ സഹായിച്ചതുകൊണ്ട് മാത്രം നടന്നു കിട്ടുകയും ചെയ്ത സിനിമയാണ്. അല്ലാതെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രൊഡ്യൂസർ എന്ന് പറയുന്നൊരു സംഭവം ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് പുറത്തു വന്ന ജോണിന് ഒരു കാലത്തും ഉണ്ടായിരുന്നതുമില്ല. ആ പ്രോബ്ലം ഇന്നും മലയാളത്തിലെ പാരലൽ ആർട്ട് ഹൗസ് സിനിമകൾ അല്ലെങ്കിൽ ക്യാപിറ്റലിനോട് ചാലഞ്ചിങ് ആയിട്ട് നിൽക്കുന്ന എല്ലാ സർഗാത്മക കലാകാരന്മാരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ്. ആ ഇഷ്യൂ തന്നെ നമുക്ക് ഒരു സിനിമ ഉണ്ടാക്കാൻ പ്രതാപ് ജോസഫിനോടൊക്കെ ചോദിച്ചാൽ പ്രതാപ് ജോസഫായിരിക്കും പിന്നെ ആ ഒരു സ്കൂളിൽ ഒരു പ്രാക്ടിക്കലായിട്ട് പിന്നെ കേരളത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ച സ്ട്രഗ്ലിംഗ് ആയിട്ടുള്ള ക്രിയേറ്റീവായിട്ടുള്ളൊരു ഫിലിം മേക്കർ. 4-5 സിനിമകൾ ക്യാപിറ്റലിൻ്റെ ഡോമിനൻസ് ഇല്ലാതെ ചെയ്തു തീർക്കാൻ പറ്റിയ ഒരു ഏക ഫിലിം മേക്കർ പ്രതാപാണ്. പ്രതാപിൻ്റെ ഒരു കോപ്പറേഷൻ ഈ സിനിമക്ക് നമുക്ക് ഉടനീളം ഉണ്ടായിരുന്നു. അപ്പം നമ്മളത് ഈ ഒരു കൺസെപ്റ്റ് മുന്നോട്ട് വെച്ചത് കേരളത്തിലെ ഒരു ജോണിൻ്റെ ഒരു സുഹൃത്തുക്കളുടെ ഒരു വലിയൊരു പൂളുണ്ട്. രാമേന്ദ്ര ബാബു സർ മുതൽ അമ്മ അറിയാമെന്നുള്ള സിനിമയിലൂടെ ഒപ്പം നടന്ന ഇതൊക്കെ ഞാനൊക്കെ പഠിക്കുന്ന കാലത്ത് എൻ്റെ അധ്യാപകരാണ്. മൊകേരി ആയാലും ശോഭീന്ദ്ര മാഷായാലും മധു മാഷായാലും ഒക്കെ ഗുരുനാഥക്കന്മാരാണ്. അപ്പോൾ അവരോടൊക്കെ സംസാരിച്ചു. ഒരു ക്രിയേറ്റീവ് കോൺട്രിബ്യൂഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റ് ജനങ്ങളിൽ നിന്നും പൈസ പിരിച്ചിട്ട് ഒരു സിനിമ ഉണ്ടാക്കാൻ ആ അർത്ഥത്തിലുള്ളൊരു സമൂഹം പുറത്ത് എക്സിസ്റ്റ് ചെയ്യുന്നത് 80s മധ്യത്തിലോ അല്ലെങ്കിൽ 80s ഒരു 85-86 ആ ജോണിൻ്റെ മരണത്തോടു കൂടി ആ ഒരു ഫിനോമിന മലയാള സമൂഹത്തിൽ നിന്ന് തന്നെ അപ്രത്യക്ഷമായെന്ന് വേണം വിചാരിക്കാൻ. അങ്ങനെ ഒരു സൊസൈറ്റി ഇപ്പം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് വിചാരിക്കാൻ പറ്റില്ല. വിചാരിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ എത്രയോ വലിയ സ്വപ്നങ്ങൾ എത്രയോ ആൾക്കാരൊക്കെ പൂർത്തിയാക്കാനും എക്സിക്യൂട്ട് ചെയ്യാനും ഒക്കെ തന്നെ പറ്റുമായിരുന്നു. അതൊക്കെ തന്നെ നടക്കാതെ പോകുന്ന സിനിമകളാണ്. ഏത് സ്ട്രഗ്ലിംഗ് ഫിലിം മേക്കേഴ്സിനോട് ചോദിച്ചാലും
ഇതേ ഉത്തരം തന്നെയായിരിക്കും. ലഭ്യമായ റിസോഴ്സസുകൾ വെച്ചിട്ട് ചിലപ്പം 3 ലക്ഷം രൂപക്കും 5 ലക്ഷം രൂപക്കും ഒക്കെ സിനിമ ഉണ്ടാക്കുന്ന പ്രതാപ് ജോസഫൊക്കെയാണ് പിന്നെ ബാക്കിയായി നിൽക്കുന്നത്. ബാക്കി അത്തരം സ്വപ്നങ്ങൾക്ക് നമ്മുടെ ക്യാപിറ്റൽ അതിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരുമെന്ന് നമുക്ക് വിചാരിക്കാനും പറ്റില്ല. അപ്പം ഈ ഒരു അർത്ഥത്തിൽ ജോണിൻ്റെ പഴയ സഹയാത്രികർ ഒപ്പം നിന്നതുകൊണ്ട് മാത്രം സാധ്യമായൊരു സിനിമയാണ്. രാമേന്ദ്ര ബാബുജിയായിരുന്നു ഇത് മുഴുവൻ ഷൂട്ട് ചെയ്ത് തരാമെന്ന് ആദ്യം പറഞ്ഞിരുന്നത്. ആ സമയത്ത് ഈ ജോൺ തുടങ്ങാനാകുമ്പോഴത്തേക്ക് അത് അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ ഒരു ഡയറക്ടോറിയൽ വെഞ്ചറിലേക്ക് പോയ സമയമായതുകൊണ്ടാണ് നമ്മൾ 5 സിനിമാറ്റോഗ്രാഫേഴ്സ് എന്ന് പറയുന്നൊരു കൺസെപ്റ്റ് വരികയും പ്രതാപ് ജോസഫും ഫൗസിയ ഫാത്തിമയും MJ രാധാകൃഷ്ണനും പിന്നെ രാഹുൽ എന്ന് പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരനും കൂടി ചേർന്നിട്ട് ഇത് ഷൂട്ട് ചെയ്തത്. അപ്പൂപട്ടത്തിരിയായിരുന്നു എഡിറ്റ് ചെയ്തത്. അപ്പം ഇതിനൊരു ക്യാപിറ്റൽ ഇല്ലായിരുന്നു. ഇതിൻ്റെ ഒരു ക്യാപിറ്റൽ എന്ന് പറയുന്നത് വേണമെങ്കിൽ 35 വർഷം ഞാൻ മാതൃഭൂമിയിലെ ജേർണലിസ്റ്റ് എന്നുള്ള നിലക്ക് പണിയെടുത്തത് അതിലുണ്ടായ ഒരു ആയുസ്സിൻ്റെ സമ്പാദ്യത്തിൻ്റെ 1/3 ഉപയോഗിച്ചിട്ട് ഞാൻ ഈ സിനിമ ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അത് പെട്ടെന്ന് തീർക്കാൻ പറ്റുന്ന ഒന്നല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ 10 വർഷം എടുത്തു. പണി തീരുമ്പോഴത്തേക്കും ഹരിനാരായണൻ, നന്ദൻ, മൊകേരി മാഷ്, MJ, രാമേന്ദ്ര ബാബു തുടങ്ങിയ ആൾക്കാരൊക്കെ തന്നെ നമ്മളെ വിട്ടുപോവുകയാണ് ചെയ്തത്. വേണോട്ടൻ, ഏറ്റവും അവസാനം നമ്മുടെ വിജേഷൻ ഇന്ന് മറന്നുപോയി. കാരണം അത് ബേസിക്കലി ജീവിച്ചിരിക്കുന്നവരുടെ സിനിമ എന്നുള്ളതിനേക്കാൾ കൂടുതൽ മരിച്ചവരുടെ സിനിമയാണ്. എല്ലാ മരിച്ചുപോയവർക്കും ഒപ്പം ജീവിച്ചിരിക്കുന്നവരായതുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്ത സിനിമയായിട്ടാണ് ഇപ്പം ഇത് കാണുന്നത്. താങ്ക് യു. ജോൺ എബ്രഹാം ഈ നെക്സ്റ്റ് വേവിലേക്ക് ഉള്ള ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ ആൾക്കാർ ഇപ്പോൾ പറയുന്നുണ്ടല്ലോ. അതായത് ഇപ്പം ഞാൻ ഇതിനെ കാണുന്നത് ഒരു കലാകാരൻ അയാൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് അയാൾ പറയുന്ന കാര്യങ്ങളും ഒന്നും നമ്മൾ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റാതെ പോകുന്ന കാര്യങ്ങളും ഒരു എഴുത്തുകാരൻ്റെ ആത്മസംഘർഷങ്ങളെ പറ്റിയിട്ട് സംസാരിക്കുമ്പോഴാണെങ്കിലും നമുക്ക് കേൾക്കാനൊന്നും ആൾക്കാരില്ല, നമ്മളെ വർക്കുകൾ കേൾക്കാൻ. അപ്പം സാറ് പറയുന്നത് കേൾക്കുമ്പം എനിക്കാണെങ്കിലും തോന്നുന്നത് നമ്മളിങ്ങനെ സിനിമാ ജീവിതത്തിലേക്ക് കടക്കുന്നു, ഇങ്ങനെ ഒരു അന്ത്യം എനിക്കുണ്ടാവുമെന്ന് എനിക്ക് പേടിയുണ്ട്, ലിറ്ററലി പേടിയുണ്ട്. അപ്പം ഈ അമ്മയാർ ഞാനിൽ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ. അതായത് ഈ ഡൽഹിയിലേക്ക് ഒരു സ്വപ്നവുമായി പോകുന്ന ഒരാൾ പിന്തിരിഞ്ഞ് നടക്കുന്നൊരു ഇതിലേക്ക് വരുന്നത്. അതായത് നമുക്ക് ഈ ജനവാതിലിലൂടെ കൈവീശി കാണിച്ച് നടന്ന് നീങ്ങാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടല്ലോ. ആ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഒരാളെന്ന് ഞാൻ ബൈ പ്രൊഫഷൻ ഒരു സൈക്കോളജിസ്റ്റാണ്. ഞാൻ ദിവസവും മരിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ആൻഡ് ഓൾസോ ദിവസവും എഴുതാറുണ്ട്. എല്ലാ ദിവസവും സിനിമയ്ക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഇത് തന്നെ, അതായത് നമുക്ക് നമ്മളെപ്പോലെയുള്ള ആളുകളെ കാണുന്നത് ഇതുപോലെ സ്വതന്ത്ര സിനിമകളുമായിട്ട് ഞാൻ പ്രതാപ്ജീനോട് കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ പുസ്തകം എഴുതിയിട്ട് ഇങ്ങനെ ആൾക്കാരുടെ ഇടയിൽ ഇങ്ങനെ നടക്കുന്നത് ഞാൻ എൻ്റെ സിനിമയ്ക്ക് വേണ്ടി ഫണ്ട് ഉണ്ടാക്കുവാണ്. ആൻഡ് ഓൾസോ സാറ് പറഞ്ഞ പോലെ ക്രൗഡ് ഫണ്ടിങ് പരിപാടികളൊക്കെ ഇപ്പം നല്ല രീതിയിൽ നടക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ നല്ല നല്ല വർക്ക് നമുക്ക് കാണാൻ പറ്റും. ഇപ്പം എല്ലാ കൂട്ടത്തിലും ഒരു ജോൺ ഉണ്ടാവും എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പം നമുക്ക് ജോൺ എബ്രഹാമിനെ മറക്കാൻ പറ്റാത്ത, അല്ലെങ്കിൽ പുള്ളിക്കാരനെ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ പറഞ്ഞല്ലോ ഹലൂസിനേഷൻസ് പോലെ, ഓഡിറ്ററി ഹലൂസിനേഷൻസ് പോലെ ഒക്കെ പുള്ളിക്കാരനെ കാണുന്നതും. അപ്പം ഇതുപോലെ ഒരാളായി ഒടുങ്ങുമോ എന്നുള്ള പേടി എനിക്ക് സത്യമായിട്ടുണ്ട്. അപ്പം അത് നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാക്സിമം ഗ്രാൻറ്റുകൾക്കും ഉള്ള അങ്ങനത്തെ ഉള്ളതിനെല്ലാം അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ മാക്സിമം നമ്മൾ ലോണ്, ഉമ്മാൻ്റെ വളപണയം വെക്കുക, അങ്ങനെയുള്ള പരിപാടികളൊക്കെ നമുക്ക് നോക്കാനുള്ളൂ. ബിക്കോസ് ഇല്ലാത്തടത്തുനിന്ന് വരുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതേ പോസിബിൾ ലൈക്ക് എങ്ങനെ നമ്മൾ വിഷ്വലി കാണിക്കുക എന്നുള്ളത് വലിയൊരു ചലഞ്ചായിട്ട് എപ്പോഴും എല്ലാ കാലത്തും ഇങ്ങനെ നിലനിൽക്കുന്നു. ഇതുപോലെയുള്ള കലാകാരന്മാരിങ്ങനെ ഒടുങ്ങുന്നത്
എങ്ങനെ നമുക്ക് സഹിക്കാനാകും? ലൈക്ക് ഇപ്പം നിങ്ങളുടെ അവസ്ഥ തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് തന്നെ ഇത്രയും സമയമെടുത്തു പുള്ളിക്കാരനൊരു ട്രിബ്യൂട്ട് നൽകാൻ, അല്ലെങ്കിൽ ക്യാൻ വരെ എത്തേണ്ടി വന്നു പുള്ളിക്കാരനെ മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ ഒരു റോങ് റീസണിൻ്റെ ഇത് പുറത്താണ് ആഘോഷിക്കപ്പെടുന്നത്. പുള്ളിക്കാരൻ സംസാരിച്ച പല പല വിഷയങ്ങളും ഇപ്പോഴും ചർച്ച ചെയ്യേണ്ട ആ കോലത്തിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളത് സത്യമാണ്, സംഭവം സത്യമാണ്. അപ്പം ഈ ഒരു അവസ്ഥ വേറെ ആരും ഡിസേർവ് ചെയ്യുന്നില്ല. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? ലൈക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിസ്സഹായാവസ്ഥയാണ്, ഗതികേട് എന്നൊക്കെ പറയില്ലേ? അഭിപ്രായം ഈ പടത്തിൽ എനിക്ക് പ്രതാപ് ജിയുടെ അടുത്ത് ചോദിക്കണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഒരു അനുഭവം ഒന്ന് പങ്കുവച്ചാൽ നന്നായിരിക്കും. ഞാൻ ശരിക്ക് ജോണിൻ്റെ കഥകളാണ് വായിച്ചു തുടങ്ങിയത്. അതിനുശേഷമാണ് അമ്മ അറിയാൻ പോലെയുള്ള സിനിമകൾ കാണുന്നത്. എന്നെ സംബന്ധിച്ച് ഒരു കാലത്ത് ഞാൻ നമ്മളിപ്പോൾ ഒരു കൾട്ട് എന്ന പോലെ തന്നെ ജോണിനെ കണ്ടിരുന്ന ഒരാളാണ്. പ്രത്യേകിച്ച് അമ്മ അറിയാൻ പോലൊരു സിനിമ മലയാള സിനിമയിൽ നമ്മൾ കണ്ടുവരുന്ന സിനിമാ പാരമ്പര്യത്തിൽ നിന്ന് നമ്മളെ ഭയങ്കരമായി ഞെട്ടിച്ച ഒരു സിനിമയാണ്. ഒരു കാലത്ത് ഞാൻ കടുത്ത ജോൺ ഫാനായിരുന്നു, പ്രത്യേകിച്ച് ജോണിൻ്റെ ലിറ്ററേച്ചറും സിനിമയും എല്ലാം. പിന്നീട് ഞാൻ ക്യാമറ ചെയ്ത് തുടങ്ങിയ കാലത്ത് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് സത്യേട്ടൻ്റെ കൂടെ ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ്. അതായത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇവിടെ ഇരിക്കാൻ അലനും ടീമും ഗുഫ്ഗു തന്നിട്ടുള്ള ഒരു അവസരത്തിന് നന്ദി പറയാം. അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരി നന്ദിയാണ് മുക്തേനോടും പ്രേംചന്ദിനോടും ദീദിനോടൊക്കെ ഉള്ളത്. ജോൺ എബ്രഹാം എന്നൊക്കെ പറയുമ്പം എൻ്റെ ഒരു 8ാം ക്ലാസ് 9ാം ക്ലാസ്സിലൊക്കെ ഏട്ടൻ വന്ന് പറയുന്നൊരു ഫിഗറായിരുന്നു. ആർട്സ് കോളേജിൽ ഇനോഗ്രേഷൻ കൊണ്ടുവന്നപ്പം സ്റ്റേജിൽ ഇരിക്കാൻ നോക്കുമ്പം ജോണിനെ കാണുന്നില്ല. അപ്പം വട്ടക്കിണറിൻ്റെ അവിടെയുള്ള കളി ഷാപ്പിലും കുട്ടികളുടെ നടുക്കിരുന്നിട്ട് തുള്ളിക്കളിക്കുന്ന ജോണിനെ ഒരു വിധത്തിലാണ് അവർ ഫൈൻ ആർട്സ് ഉദ്ഘാടനം കഴിച്ചു വിട്ടുന്നത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ജോണിൻ്റെ ചിത്രം അതാണ്. പിന്നീട് ജോണിൻ്റെ സിനിമകൾ കാണാനുള്ള ഒരു ത്വരയും, ഇങ്ങനെ തലകീഴായിട്ട് നിന്ന് ലോകത്തിനെ മനസ്സിലാക്കുന്ന ഈ ഒരു മഹത് വ്യക്തിയെ ലോകം എങ്ങനെ വരച്ചു കാട്ടും എന്നുള്ളൊരു ചിന്ത ആ പ്രായത്തിൽ തന്നെ പതിയെ പതിയെ കടന്നു വന്നിട്ടുണ്ട്. പിന്നീട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് ദീദിയും സ്പന്ദനം ടീമും ഒക്കെ അമ്മ അറിയാനിലൂടെ നമ്മുടെ മുന്നിലേക്ക് ഒരു ജനകീയ സിനിമ ഉണ്ടാക്കിയെടുക്കുന്നതിന്, അന്നൊക്കെ എനിക്ക് തോന്നുന്നത് ഞാനൊക്കെ 5-10 ഉറുപ്പിക അങ്ങനെ ഓരോ വിദ്യാർത്ഥികളിൽ നിന്നും അത് സംഘടിപ്പിച്ചിട്ട് കൊടുക്കുന്ന, അതിലൂടെ വന്ന യഥാർത്ഥത്തിലുള്ള ഇന്ത്യ ലോകം കണ്ട ഒരു ജനകീയ സിനിമയായിട്ടാണ് ജോൺ എബ്രഹാം വരുന്നത്. അവിടുന്ന് അധികകാലം കഴിയുന്നതിന് മുന്നേ തന്നെ ജോൺ എന്നുള്ളത് ഒരു രൂപം നമ്മുടെ മുന്നിൽ നിന്ന് മാഞ്ഞു പോവുകയും ചെയ്തു. പക്ഷേ ദീദിയും പ്രേംചന്ദും ഒരു തിയേറ്റർ അനുഭവത്തിൽ നിന്ന് തന്നെ വളരെയധികം വിട്ടു നിൽക്കുന്ന സമയത്താണ് എന്നോട് വന്നിട്ട് ഇതൊന്നും പറയുന്നില്ല, ഇങ്ങനെ ഞങ്ങളൊരു സംഭവം ചെയ്യും, കൂടെ നിൽക്കാമോ എന്ന് മാത്രം ചോദിച്ചു. എന്തോ ആന്ന് പറയാനേ എനിക്കെപ്പോഴും തോന്നാറുള്ളൂ അവരുടെ മുഖത്ത് നോക്കിയിട്ട്. ഒരിക്കലും നോ എന്ന് പറയാനുള്ളൊരു മുഖഭാവം രണ്ടുപേർക്കും ഇല്ലാത്തതുകൊണ്ട്. പക്ഷേ അതൊരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നീട് അറിഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊരു വർക്കിൻ്റെ ഭാഗമാണല്ലോ ആവുന്നത്, അത് എന്നെക്കൊണ്ട് പറ്റാത്തൊരു വർക്കാന്നുള്ളത് എനിക്ക് നല്ലൊരു ബോധ്യം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിപ്പോഴും അതൊരു ഫുൾഫില്ലായിട്ട് ഞാൻ ആ ഫ്രെയിമിൽ നിന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കൊരു സംശയമാണ്. പക്ഷേ അതിന് ഈ ഒരു ചിത്രീകരണത്തിൻ്റെ ഭാഗമാവാൻ കഴിഞ്ഞല്ലോ എന്നുള്ള ഭാഗ്യവും സന്തോഷവും അഭിമാനവും മാത്രമേ എന്നെ അന്നും ഭരിക്കുന്നുള്ളൂ, ഇന്നും ഭരിക്കുന്നുള്ളൂ. ഇപ്പം നിങ്ങളുടെ മുന്നിലിരുന്ന് ഈ സംസാരിക്കുമ്പോഴും ജോണിനെ പോലുള്ള അന്ന് ചെറുപ്പത്തിലേ ഈ
നമുക്ക് എന്തെങ്കിലും ഇതിൻ്റെ ഒരു അങ്ങനെ ഒരു സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, ഇങ്ങനെ ഒരു വർക്കിൻ്റെ കൂടെ നമുക്ക് നടക്കാനൊക്കെ ഉള്ളൊരു ഭാഗ്യം ഉണ്ടാവുമെന്നൊക്കെ. പക്ഷേ അത് ഇങ്ങനെയൊരു ജോണിനെ തന്നെ എടുത്തുകൊണ്ടുള്ളൊരു മൂവിക്കൊപ്പം നിൽക്കാൻ പറ്റിയെന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ട് സന്തോഷിക്കുന്നു, അഭിമാനിക്കുന്നു. പിന്നെ കൂടുതൽ എന്തെങ്കിലും ചോദിക്കാണ്ടേ ചോദിക്കാം. വിട്ടുപോയൊരു കാര്യം പറയുന്നു. ജോൺ എന്ന് പറഞ്ഞൊരു സിനിമയിൽ ജോൺ തന്നെ എഴുതി വെച്ചൊരു പോർഷനായിരുന്നു ഒരു മെൻ്റൽ ഹോസ്പിറ്റൽ പോർഷൻ. അതിൽ ഒരു പ്രധാനപ്പെട്ട ഒരു കഥാപാത്രത്തിനെ അവതരിപ്പിച്ചത് ഷൊഹേബാണ്. ഷൊഹേബ് ഇവിടെയുണ്ട്. ഷൊഹേബ് അലൻ്റെ അച്ഛൻ. ഷൊഹേബ് ഇവിടെ ഇരിക്കേണ്ട ഒരാളാണ്. ഷൊഹേബ് സംഘാടകൻ്റെ അച്ഛനായതുകൊണ്ടാണോ അവിടെ ആയിപ്പോയത് എന്ന് എനിക്ക് ഉറപ്പില്ല. സംഘാടകൻ കൂടിയാണ്. അപ്പോൾ സംഘാടകൻ കൂടി ആയതുകൊണ്ടായിരിക്കും. ഏതായാലും ഈ സിനിമേൻ്റെ ക്രൂ കൂടി ആയതുകൊണ്ട് ഒരു മിനിറ്റ് നേരത്തേക്കെങ്കിലും ഇവിടെ വന്നിരിക്കണമെന്ന് ഷൊഹേബിനോട് അഭ്യർത്ഥിക്കും. അലൻ്റെ അച്ഛനായതുകൊണ്ട് അലൻ ഷൊഹേബിനെ അവിടെ ഇരുത്തിയതാണോ? ഷൊഹേബ്. അപ്പോൾ താങ്ക് യു. പ്രേംചന്ദനെങ്കിലും തിരിച്ചറിഞ്ഞല്ലോ നമ്മളിങ്ങനെ മുങ്ങി അടക്കുകയായിരുന്നു. അപ്പോൾ വളരെ യാദൃശ്യമായിട്ടാണ് അമ്മ അറിയാൻ്റെ നടന്മാരിൽ ഒരാളായിട്ട് ഞാൻ മാറുന്നത്. അതിലൂടെ ജോണിൻ്റെ കൂടെ നടന്നിട്ടുള്ളൊരു അനുഭവം ഞാൻ ഈ അടുത്തൊരു വീഡിയോയിൽ പറയുകയും ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും ജോൺ വലിയൊരു വിപ്ലവകാരിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിരാശ തന്നെ കേരളത്തിൽ വിപ്ലവകാരികളുടെ തകർച്ചയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഫീൽ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസ്കാരിക വേദി എന്ന് പറയുന്നൊരു സംഘടനയൊക്കെ വളരെ ഉന്നതിയിൽ നിൽക്കുന്ന സമയത്ത് തന്നെ സ്വാഭാവികമായിട്ടും ജോണിനെ വിളിച്ചിട്ട് ഒരു സിനിമ ചെയ്യാൻ ഒരു ശ്രമം നടത്തുകയും കയ്യൂര് പോലുള്ള ഒരു സിനിമ നടത്താൻ പ്ലാൻ ചെയ്യുകയും അത് ഈ പ്രേംചന്ദിൻ്റെ സിനിമയിൽ പറയുന്നത് പോലെ ചർച്ച എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നീണ്ടുപോവുകയും ഒക്കെ ചെയ്തിട്ടുള്ള വളരെയധികം നിരാശയായിട്ടുള്ളൊരു അവസ്ഥയിലായിരുന്നു ജോൺ കൂടുതൽ ഒരു പക്ഷേ മറവിയിലേക്ക് പോകുന്ന ഒരു രീതിയിലും മദ്യപിച്ചിട്ടുണ്ടാകാം. എന്നെ സംബന്ധിച്ചിടത്തോളം ജോണായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് പലപ്പോഴും ജോൺ എന്നെ ചീത്ത പറയുമായിരുന്നു. അസാധാരണമായിട്ട് പിണങ്ങുന്ന രീതിയിലുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴും ഞാൻ പിന്നീട് ആലോചിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മുഖഭാവം നമ്മളെ ഒരു പക്ഷേ ദേഷ്യം പിടിക്കുന്നതോ അല്ലെങ്കിൽ പിന്നെ വഴക്കുണ്ടാക്കുന്നതായിട്ടുള്ള ഒരു മുഖഭാവം തിരിച്ചറിയാൻ വേണ്ടിയായിരിക്കുമോ എന്നാണ് ഞാൻ തോന്നുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും വലിയൊരു അനുഭവം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനും ജോണും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനൊരു തൂണ് ചാരിയിട്ട് പഴയ ഒരു ഗൾഫ് പിന്നെ ഹവായി ഉണ്ട്, റബ്ബർ അല്ലാതെ ഒരു പ്രത്യേക രീതിയിലുള്ളൊരു പച്ച ഹവായി, അതിട്ടിട്ടാണ് ഞാൻ ഒരു തൂണ് ചാരിയിട്ട് ജോണായിട്ട് സംസാരിക്കുന്നത്. സ്വാഭാവികമായിട്ടും പിന്നെ മൊസൈക്ക് ഇട്ട തറയിൽ ഈ ഹവായി തെന്നി പോകുമ്പം ഞാനത് നിയന്ത്രിക്കാതെ തന്നെ ജോണിനോട് സംസാരിച്ചിട്ട് ടപ്പേന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് ഉടനെ ജോൺ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊന്നും കൂടെ ചെയ്യാനാണ് പറഞ്ഞത്. അത് വല്ലാത്തൊരു അനുഭവമാണ്. ജോൺ യഥാർത്ഥത്തിൽ മദ്യപിച്ച് കിടക്കുകയാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഈ പിന്നെ ശോഭീന്ദ്രൻ പറഞ്ഞതുപോലെ ബൈക്കിൽ പിന്നെ രാത്രിയോ പകലൊന്നില്ലാതെ പോവുകയാണെന്നുണ്ടെങ്കിലും ശരി, ജോണെല്ലാം സിനിമയിലൂടെ ഒരു ഫ്രെയിമായിട്ടാണ് കണ്ടിരുന്നതെന്നാണ് എൻ്റെ ഒരു വ്യക്തിപരമായ അഭിപ്രായം. അപ്പോൾ ജോണിൻ്റെ കൂടെ പിന്നെ സഹകരിക്കാനും ജോൺ അബ്രഹാം നിർമ്മിച്ച അമ്മ അറിയാനിൽ അഭിനയിക്കാനും അതിനുശേഷം ജോണിൻ്റെ പിന്നെ തന്നെ ഒരു ഓർമ്മ പുസ്തകം പോലുള്ള പ്രേംചന്ദിൻ്റെ പുസ്തകം ഇതിൽ അഭിനയിക്കാനും ഒപ്പം ഈ ഗുഫ്തഗു എന്ന് പറയുന്ന എൻ്റെ മകൻ അലൻ വൈദ്യ അങ്ങനെ ആ ഒരു തലമുറ തന്നെയുള്ളൊരു വല്ലാത്തൊരു ബന്ധം ജോണുമായിട്ട് ഇപ്പം പിന്നെ രൂപപ്പെട്ടതായിട്ട് എനിക്ക് തോന്നുന്ന ഒരവസ്ഥയിലാണ് ഞാനും ഉള്ളത്. ഓക്കെ, അതായത് ഞാൻ പറയാൻ ശ്രമിച്ചതാണ്, ശരിക്കും ജോൺ എന്ന് പറയുന്ന സിനിമയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ മൊകേരി മാസ്റ്റർ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, സത്യേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്, ഹരിനാരായണൻ്റെ കൂടെയും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. വർക്ക് ചെയ്യുക അല്ലെങ്കിലും വേറെ ചില വർക്കുകൾക്ക് വേണ്ടിയിട്ട് ഹരിനാരായണനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പല രീതിയിൽ ഈ ജോൺ സ്കൂള് വ്യക്തിപരമായിട്ടും എന്നെ സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് നമ്മുടെ സിനിമാ സങ്കല്പങ്ങളെ. അപ്പം ഞാൻ ശരിക്കും മാതൃഭൂമിയിൽ ജോലി ചെയ്തിരുന്ന ഒരാൾ റിസൈൻ ചെയ്തിട്ട് എങ്ങനെ ജീവിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന കാലത്താണ്
സത്യേട്ടൻ്റെ കൂടെയും സുദേവൻ്റെ കൂടെയൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സുദേവൻ അന്ന് ക്രൗഡ് ഫണ്ടിൽ സിനിമ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ഒരു സിനിമ അവബോധത്തെ മാറ്റി തീർക്കുകയും നമ്മൾ ചെയ്യേണ്ടത് ഒരു കുറച്ചുകൂടി സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള സിനിമകളായിരിക്കണം. പിന്നെ ഈ കൊതാർദിൻ്റെ ഒക്കെ വളരെ പ്രസിദ്ധമായ വാചകം ഉണ്ടല്ലോ, എന്താണ് പൊളിറ്റിക്കൽ സിനിമ എന്നുള്ളത്. അപ്പോൾ നമ്മൾ സിനിമയിൽ പൊളിറ്റിക്സ് പറയുന്നതിനേക്കാൾ കൂടുതൽ ഫിലിം മേക്കിംഗ് എന്ന് പറയുന്ന സംഗതി തന്നെ പൊളിറ്റിക്കൽ ആവണമെന്ന തിരിച്ചറിവിൽ നിന്നുകൊണ്ടാണ് എൻ്റെ ഒരു സിനിമാ സങ്കല്പം രൂപപ്പെടുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ ജോൺ എന്ന് പറയുന്ന സിനിമയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പ്രേംചന്ദ് അല്ലെങ്കിൽ ദീദി ഇവർ ആ സിനിമയുടെ ഒരു സിനിമാറ്റോഗ്രാഫറായിട്ട് നമ്മളെ വിളിക്കുമ്പോൾ ഞാനത് വ്യക്തിപരമായി വളരെയധികം വേണമെങ്കിൽ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു അംഗീകാരം എന്നുള്ള നിലയ്ക്കൊക്കെ കാണുന്ന ഒരാളാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ മലയാള സിനിമയിൽ നമ്മൾ ജോണിനെ വേണ്ട വിധത്തിലാണോ കാണുന്നത്, വേണ്ട വിധത്തിലാണോ ആഘോഷിക്കുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യം തന്നെയാണ്. പക്ഷേ എനിക്ക് തോന്നുന്നു പല രീതിയിൽ ജോണിൻ്റെ സ്വാധീനം പുതിയ തലമുറയെയും അല്ലെങ്കിൽ ജോണിന് ശേഷം വന്ന എല്ലാ തലമുറകളെയും സ്വാധീനിക്കുന്നുണ്ട്. അത് എത്രമാത്രം ശക്തമാണെന്നൊക്കെ ഉള്ളത് ചോദ്യം ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പം കാക്കത്തൊള്ളായിരം കമ്മ്യൂണിസ്റ്റുകാർ എന്ന് പറഞ്ഞ് കഴിഞ്ഞ വർഷം കോഴിക്കോട് തന്നെ ഒരു സിനിമ ഉണ്ടായി. അപ്പോൾ എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ അത് അമ്മ അറിയാൻ്റെ ഒരു ജെൻസി വേർഷനായിട്ടാണ് എനിക്ക് തോന്നിയത്. അതായത് ഒരു 10-40 വർഷങ്ങൾക്ക് ശേഷം അമ്മ അറിയാൻ കോഴിക്കോട്ടെ ചെറുപ്പക്കാരിലൂടെ, അതായത് എനിക്ക് തോന്നുന്നു അതിൻ്റെ 2 ഡയറക്ടർമാർ ആദർശ് എന്നാണ് 2 പേരുടെയും പേര്. അപ്പോൾ ഒരു 18, 20 അല്ലെങ്കിൽ 25 വയസ്സുള്ള കോഴിക്കോട്ടെ ചെറുപ്പക്കാർ ജോൺ അബ്രഹാമിനെ വേറെ രീതിയിൽ സ്വാംശീകരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് അത് ഇവിടെ ഒന്നും നിൽക്കുമോ അല്ലെങ്കിൽ അവസാനിക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പം ജോണ് കാനിൽ എത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് ലോക സിനിമയ്ക്ക് തന്നെ അങ്ങനെ ഒരു മാതൃകയില്ല. അത് മലയാള സിനിമ, മലയാളത്തിലെ കച്ചവട സിനിമയായാലും ആർട്ട് സിനിമയായാലും വേറൊരു രീതിയിൽ ലോകം മുഴുവൻ ആഘോഷിക്കപ്പെടുന്ന ഒരു കാലത്ത് ജോണ് വേണമെങ്കിൽ പുനരവതരിക്കുകയാണെന്ന് പറയാം. ഈ ഫെസ്റ്റിവൽ തന്നെ അനൗൺസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിൽ തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ, അയ്യോ ഇത് നമ്മൾ ചെയ്യേണ്ട ഫെസ്റ്റിവൽ ആയിരുന്നല്ലോ. ഇപ്പം മിനിമൽ സിനിമ കോഴിക്കോട് കുറേ വർഷങ്ങളായിട്ട് ഫെസ്റ്റിവൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവാതിരുന്നതെന്നുള്ളതാണ് ഞാൻ സത്യം പറഞ്ഞാൽ ആദ്യം ആലോചിച്ചത്. പക്ഷേ എനിക്ക് ഒരു സമാധാനം തോന്നി, കാരണം എനിക്ക് ശേഷം വരുന്ന ഒരു തലമുറയാണ് ഈ ഫെസ്റ്റിവൽ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ജോണിൻ്റെ ഒരു വ്യാപ്തിയും ജോണ് മുന്നോട്ട് വെച്ച രാഷ്ട്രീയത്തിൻ്റെയും ഇസ്തെറ്റിക്സിൻ്റെയും ഒരു തുടർച്ചയും സംഭവിക്കുന്നു എന്നുള്ളതിൻ്റെ തന്നെ ശക്തമായ തെളിവാണ്. ആ അർത്ഥത്തിലൊക്കെ എനിക്ക് തോന്നുന്നു ഈ കൂട്ടായ്മയും ഇതെല്ലാം വളരെ പ്രസക്തമാണെന്നും ഞാൻ കരുതുന്നു. ചോദ്യം ചോദിക്കാനല്ല, ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ്. ഒഡാസയുടെ പ്രവർത്തകരെയും ഇവിടെ അനുസ്മരിച്ചു. അമ്മ അറിയാനെന്ന പടത്തിൽ ചെറിയൊരു റോൾ അഭിനയിക്കുകയും ഒഡേസയുടെ സജീവ പ്രവർത്തകനായി കോഴിക്കോട് തന്നെ നിൽക്കുകയും ചെയ്യുന്ന ഒരാൾ ഉണ്ട്. അയ്യപ്പൻ എന്ന ഒരു REC വിദ്യാർത്ഥിയായിരുന്നു അയാൾ. അദ്ദേഹം വളരെ നിഗൂഢമായ സാഹചര്യത്തിൽ കാണാതാവുകയാണ് ചെയ്തത് കോഴിക്കോട്. അപ്പോൾ ഈ അമ്മ അറിയാൻ്റെ ടീമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒഡേസയുടെ ഈ മൂവ്മെൻറ്റിൻ്റെ ജോൺ അബ്രഹാമിൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എഴുതപ്പെടുമ്പോൾ തീർച്ചയായും പരാമർശിക്കപ്പെടേണ്ട ഒരു പേരാണ് ET അയ്യപ്പൻ എന്നുള്ള REC വിദ്യാർത്ഥിയുടേത് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാം. നേരത്തെ പ്രതാപ് പറഞ്ഞ പോലെ ജോണിൻ്റെ സിനിമ കാണുന്നതിന് മുമ്പേ ജോണിൻ്റെ നേർച്ചക്കോഴി എന്ന് പറഞ്ഞ കഥാസമാഹാരം വായിച്ചാൽ ഞാൻ ജോണിനെ അറിയുന്നത്. ഇപ്പോൾ ഇവിടെ വാസ്തവത്തിൽ എനിക്ക് പൂർണ്ണതത്തിലുള്ള ഡോക്യുമെൻ്ററി എന്നല്ല, ഡോക്യു ഫിക്ഷൻ എന്നുള്ള തലത്തിലാണ് പ്രേംചന്ദ് ഈ സിനിമ എടുത്തതെന്ന് എനിക്ക് തോന്നുന്നത്. മാത്രമല്ല അത് വളരെ ജോൺ തന്നെ ഇതിനകത്തൊരു ഇൻവിസിബിൾ പ്രസൻസ്, ഒരു അദൃശ്യ സാന്നിധ്യം എന്നുള്ള അർത്ഥത്തിൽ അതിൽ വന്നപ്പോൾ വളരെ മനോഹരമായി ഈ സിനിമ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴും നമുക്ക് ജോൺ മരിച്ച ആ സന്ദർഭത്തിൽ വലിയ ഒരു ചെറിയ അർത്ഥത്തിലേക്ക് ഒരു വിവാദമായ സമയം ജോണിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മരണം പിന്നെ ചില സൗഹൃദങ്ങളുടെ ഇടപെടലിനകത്ത് സംഭവിച്ചാണ്, അല്ലാതെ സംഭവിച്ചൊക്കെ എന്തോട്ടെ. പക്ഷെ ആ ഒരു അർത്ഥത്തിലുള്ളൊരു പരാമർശം ഈ ഒരു ഡോക്യുമെൻ്ററിക്കകത്ത് വന്നില്ല എന്നതിനെക്കുറിച്ചൊരു സംശയമാണ് പ്രേംചന്ദ്രനോട് ചോദിക്കുന്നത്. അയ്യപ്പനെ പറ്റി ചോദിച്ചത് ഹരിദാസ് അല്ലേ? ഹരിദാസ് നമ്മളുടെ സെക്രട്ടറി ആയിരുന്നു, വിപ്ലവ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. അതിൻ്റെ ഒരു പ്രവർത്തകനായിരുന്നു 79-81 കാലത്ത് ഞാനും. അതിൻ്റെ കോഴിക്കോട്ടെ ആദ്യത്തെ അറസ്റ്റ് ചെയ്തിട്ട് എ സോമൻ മുതൽ അയ്യപ്പൻ വരെയുള്ള 23 പേര്, അതായിരുന്നു കോഴിക്കോട്ട് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ആദ്യത്തെ അറസ്റ്റ്. അയ്യപ്പനും ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു അതിൽ ഒരു ദിവസം ലോക്കപ്പിൽ. അപ്പം അന്ന് മുതൽ അയ്യപ്പൻ വളരെ
തിക്കായിട്ടുള്ള ഫ്രണ്ടായിരുന്നു. അയ്യപ്പൻ RICയിൽ പഠിക്കുന്ന കാലം മുതൽ മുഴുവനും എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടായിരുന്നു. കാലാന്തരം എന്ന് പറയുന്നൊരു പുസ്തകം എഴുതുമ്പോൾ അതിൽ അയ്യപ്പനെ കുറിച്ചിട്ട് എഴുതിയിട്ടുണ്ട്. അയ്യപ്പനെ എന്നും ഓർക്കാറുണ്ട്. അയ്യപ്പൻ ഒഡേസ എന്ന് പറയുന്നൊരു പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം എഴുതുമ്പോൾ അതിൽ എത്രത്തോളം അയ്യപ്പൻ ഉണ്ടായിരുന്നിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. പക്ഷേ വളരെ പേഴ്സണലായിട്ട് പുറത്തറിയാത്ത പല കാര്യങ്ങളും അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആ കാലത്ത് ഉണ്ടായിരുന്ന ഞങ്ങൾക്കൊക്കെ അറിയാം. അയ്യപ്പൻ്റെ തിരോധാനത്തിൻ്റെ പിന്നിൽ ഒരു എന്താ പറയുക, വളരെ പേഴ്സണലായിട്ടുള്ള ഒരു അഗാധമായ ചില വേദനകളും ഉണ്ടായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ ജോണിൻ്റെ ഏറ്റവും സന്തത സഹചാരിയായിട്ട് ആ കാലത്ത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഒപ്പം സഞ്ചരിച്ചിട്ടുള്ള മനുഷ്യൻ ഇന്ന് അറിയപ്പെടുന്ന ആരുമല്ല, അത് അയ്യപ്പനായിരുന്നു. ഈ അമ്മ അറിയാമെന്ന് പറയുന്നൊരു സിനിമേൻ്റെ മുമ്പ് കയ്യൂർ എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ആക്ച്വലി ആ മൂവ്മെൻറ്റ് ഉണ്ടാവുന്നത്. അതിൻ്റെ ആദ്യത്തെ യോഗം നടക്കുന്നത് എനിക്ക് തോന്നുന്നു സംസ്കാരവേദിൻ്റെ ഒരു കൊളാപ്സിന് ശേഷം അതിൻ്റെ ഒരു മറ്റേ ചിന്നിച്ചിതറൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി തീർത്തിട്ടുള്ള ഒരു മൂവ്മെൻറ്റാണ് ആക്ച്വലി അത്. അതിൻ്റെ ഏറ്റവും കീ ആയിട്ടുള്ള മനുഷ്യന്മാർ എന്ന് പറയുന്നത് സേതു എന്ന് പറയുന്ന ഒരു അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിസ്റ്റാണ്. സേതുവേട്ടനെ ഈ ചരിത്രത്തിൽ ആരെങ്കിലും എത്രത്തോളം ഓർക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷെ ജോണിനെക്കാട്ടും ആ മൂവ്മെൻറ്റിൻ്റെ സൃഷ്ടിയിൽ പങ്കുവഹിച്ച മനുഷ്യൻ സേതുവേട്ടനാണ് ആക്ച്വലി ഒഡേസ അമ്മദിനെ പോലും അതിലേക്ക് കൊണ്ടുവരുന്നതും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനത്ത് ഇരുത്തുന്നതും ഒക്കെ തന്നെ സേതുവേട്ടൻ. സംസ്കാരവേദിൻ്റെ സംസ്ഥാന കമ്മിറ്റി അംഗമായിരുന്നു സേതുവേട്ടൻ. അതിൻ്റെ ഏറ്റവും ആദ്യത്തെ യോഗത്തിൽ ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു, സേതുവേട്ടൻ ഉണ്ടായിരുന്നു, ഒഡേസ അമ്മദ് ഉണ്ടായിരുന്നു, ഫറൂഖ് സോമൻ ഉണ്ടായിരുന്നു, കുഞ്ഞുലക്ഷ്മി ടീച്ചറുടെ വീട്ടിലായിരുന്നു അന്ന്. ഫറൂഖ് സോമൻ്റെ അമ്മ കുഞ്ഞുലക്ഷ്മി ടീച്ചറുടെ വീട്ടിലായിരുന്നു അന്ന് ജോൺ താമസം. അപ്പോൾ അക്കാലം മുതൽ അന്നത്തെ ക്യാമ്പസുകൾ തമ്മിലുള്ളൊരു ഭയങ്കര ഇൻ്റർ കണക്ഷൻ ഉണ്ടായിരുന്നു. അന്ന് RIC വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് നമ്മുടെ അയ്യപ്പനാണ് ജോണായിട്ട് ഏറ്റവും വലിയൊരു ഐഡൻറ്റിഫിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുകയും ജോണിൻ്റെ ഒരു ജോണിൻ്റെ പെട്ടിയെടുക്കുന്ന ആളെന്നായിരുന്നു അയ്യപ്പനെ കളിയാക്കി വിളിക്കുന്നത് പോലും. അയ്യപ്പൻ ഭയങ്കര കനത്ത ശബ്ദത്തിൽ പാട്ടുപാടുകയും ഒക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ ഞങ്ങളുടെ വളരെ സേതുവേട്ടനും ഞാനൊക്കെ അടങ്ങുന്ന ഒരു സുഹൃത്തുക്കളുടെ ഒരു റീഡിങ്ങിൽ അയ്യപ്പൻ സ്വയം കൺസീവ് ചെയ്തിരുന്നത് അയ്യപ്പനാകുമായിരുന്നു ആ സിനിമയിലെ ഏറ്റവും പ്രധാന വേഷം ചെയ്യുന്ന ഒരാൾ എന്നുള്ളതായിരുന്നു. പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്ത് വന്നപ്പോഴത്തേക്ക് അയ്യപ്പൻ എന്താ പറയുക, സഹേബ് പോലെയും മറ്റാരെ പോലെയും അതിൻ്റെ ഹരീനെ വിവരം അറിയിക്കാൻ പോകുന്ന ഒരാൾ മാത്രമായിട്ട് ഏതോ അർത്ഥത്തിൽ അയ്യപ്പൻ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു. ആ സിനിമയിൽ അമ്മ അറിയാമെന്ന് പറയുന്ന സിനിമ ഒന്നും കൂടെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അയ്യപ്പൻ്റെ വേദനകളുടെ ഒരു ഡെപ്ത്. പിന്നെ അയ്യപ്പൻ്റെ ഒരു വല്ലാത്തൊരു സൈലൻസിലേക്കാണ് അയ്യപ്പൻ പോയത്. ആ സിനിമ കഴിഞ്ഞ് കുറച്ചു കാലം കൂടെ അയ്യപ്പൻ ഉണ്ടായിരുന്നു. പിന്നെ അയ്യപ്പൻ അപ്രത്യക്ഷനായി പോവുകയാണ് ചെയ്തത്. ആ കാലത്തിൻ്റെ ഏറ്റവും വലിയ വേദനകളിൽ ഒന്നായിരുന്നു അയ്യപ്പൻ. ആ സിനിമ പോലെ തന്നെ പ്രധാനപ്പെട്ട വേദനയായിരുന്നു.